നമസ്കാരം. ഒരു വാട്ടർ കളർ പോർട്രേറ്റിന്റെ പെയിന്റിംഗ് ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള ഒരു വാട്ടർ കളർ പോർട്രേറ്റ് ആണ്. അപ്പോൾ വാട്ടർ കളറൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ കളറൊക്കെ പെയിന്റിംഗ് സമീപിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹെയർ ആണ്. നമ്മുടെ ഗേളിൻ്റെ ഹെയർ ആണ് ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഹെയർ ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലൈറ്റ് ടു ഡാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്നും ആ ഒരു ഡ്രസ്സിൻ്റെ അവിടെയൊക്കെ ഞാൻ കളർ ചെയ്ത് വെച്ചേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഫസ്റ്റ് ലെയർ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹെയറിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലൈറ്റ് കളർ ആദ്യം ചെയ്തു, പിന്നെ മിഡ് കളർ ചെയ്തു, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ഡാർക്ക് കളർ. അങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഹെയർ ചെയ്ത് ഞാൻ ഇതേപോലെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാട്ടർ കളറിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ടു ഡാർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഡ്രോയിങ് എടുക്കുന്ന സമയത്തും ഓരോ റെഫറൻസ് നമ്മൾ എടുക്കുന്ന സമയത്തും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ലൈറ്റ് ടു ഡാർക്ക് ഓരോ ലെയറിംഗ് ആയിട്ട് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സ്കിൻ ടോണിൽ ഇവിടെ സെക്കൻഡ് ലെയർ ഞാൻ കളർ ഇവിടെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം വളരെ ഡള്ളായിട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെക്കൻഡ് ലെയർ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ഫുള്ളായിട്ട് ഡ്രൈ ആയ ശേഷമാണ് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ണിന് ആദ്യം ഞാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ലൈറ്റ് ടൂൺ ആ കൃഷ്ണമണീൻ്റെ പോർഷൻ എല്ലാം ഒരു ലൈറ്റ് കളർ ചെയ്തു. അപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പോൾ നമ്മുടെ റെഫറൻസിൽ എന്ത് കളറാണോ ഉള്ളത് ആ കളർ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൽ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ നമ്മൾ ആ റെഫറൻസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും കുറേ കളേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മുടെ കണ്ണ് നല്ല പ്യൂർ ബ്ലാക്ക് ആയിട്ടാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നതെങ്കിലും അത് നമ്മുടെ കൃഷ്ണമണി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും കുറേ കളേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ അതേപോലെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ആ കൃഷ്ണമണി ആദ്യം ഒരു ബ്ലൂ കളർ കൊടുത്തിട്ട് പിന്നെ മെല്ലെ മെല്ലെ ആണ് അതിലേക്ക് ഓരോ കളേഴ്സും കൊടുത്ത് വരുന്നത് കേട്ടോ. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കൂടുതൽ ഇങ്ങനെ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് ഞാൻ വരുന്നത്. അപ്പോഴായിരിക്കും അതിനൊരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ സ്കിന്നായാലും അതേപോലെ തന്നെയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ലെയർ വളരെ ലൈറ്റായിട്ട് ചെയ്തിട്ട് പിന്നീട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നല്ല രീതിയിൽ നോക്കിയിട്ട് നമ്മുടെ റെഫറൻസിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡും ആ ഷെയ്ഡ് ഡിഫറൻസ് എല്ലാം കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കിയിട്ടും അവർ വൺ സൈഡിൽ നിന്ന് ഫേസിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. ചില സ്ഥലത്തെല്ലാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റാണ് അടിക്കുന്നുണ്ടായിരിക്കുക. ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മൂക്കിൻ്റെ പൊസിഷനിലും അങ്ങനെ ചില ഭാഗത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എഡ്ജസ് ഉള്ള ലൈറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കളർ ചെയ്ത് ഓരോ ലെയറും അപ്ലൈ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫേസിൻ്റെ വർക്ക് ഞാൻ ഇതേപോലെ ചെയ്ത് ഓൾമോസ്റ്റ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒരു ലെയറിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലിപ്പിൻ്റെ ആ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. വളരെ ലൈറ്റായിട്ട് ലൈറ്റ് ടു ഡാർക്ക് നന്നായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഫേസ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു കിഡ്സിൻ്റെ ഈ ഒരു ഗേളിൻ്റെ ഹെയറും ഡ്രസ്സും ബാക്ക്ഗ്രൗണ്ടും ഒരു അബ്സ്ട്രാക്റ്റ് സ്റ്റൈലുമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം അധികം ഡീറ്റെയിലിംഗ് ഇല്ലാതെ ഒരു അബ്സ്ട്രാക്റ്റ് സ്റ്റൈലിലും ഫേസ് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഞാൻ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളറെല്ലാം വളരെ റാൻഡം ഷേപ്പിൽ ഇന്ന രീതിയിലൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വെറ്റ് സ്റ്റൈലിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ബാക്ക്ഗ്രൗണ്ടിലെ കളറെല്ലാം ഡ്രൈ ആയ ശേഷം ഹെയറിൻ്റെ ആ സ്റ്റൈലിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഹെയറെല്ലാം ലൈറ്റായിട്ട് ഒരു ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ കളർ പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഓരോ പെയിൻറ്റിങ്ങിനും ഓരോ സ്റ്റൈലായിരിക്കും ഉണ്ടായിരിക്കുക. സോ പോർട്രേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു സെയിം സ്റ്റൈലായിരിക്കില്ല നമ്മൾ സ്റ്റിൽ ലൈഫ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നല്ലൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത്
നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഒരു ഡയറക്റ്റ് ആയിട്ട് പോർട്രേറ്റ് വരയ്ക്കണം, പെയിൻറ്റിങ് ചെയ്യണം, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം മുതൽ ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോകാനായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു റെഫറൻസ് കിട്ടിയാലും നമുക്കത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് അതേപോലെ വരച്ചെടുക്കാനും പെയിൻറ്റ് ചെയ്തെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൈനിങ് കൂടി ചെയ്തിട്ട് നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗേളിന് ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരോ ലെയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ടർ കളറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ തിയറീസും മനസ്സിലാക്കിയിട്ടും കറക്റ്റായിട്ട് അത് പഠിച്ചെടുക്കാനായിട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് പഠിച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് ആ തിയറി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വാട്ടർ കളർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കുറേ പേര് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ടർ കളറിൽ ഒരുപാട് നല്ല നല്ല പെയിന്റിങ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ആർട്ട് പഠിക്കാനായിട്ട് കുറച്ചൊരു സമയം മാറ്റി വയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല പെയിന്റിങ്സും ചിത്രങ്ങളും വരയ്ക്കാനായിട്ടും ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാ പെയിന്റിങ്സും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.